ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഇത് പ്രസന്ന ആൻറ്റിയാണേ. ആൻറ്റി ഇന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. ഞങ്ങളിങ്ങനെ ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. വെയിലല്ലേ, അതുകൊണ്ട് പുറത്തിറങ്ങാൻ ഒട്ടും നിർവാഹമില്ല. അപ്പോൾ ലല്ലു സ്കൂളിൽ പോയിട്ട് വന്നതാണ് കേട്ടോ. ലല്ലു വന്നപ്പം തന്നെ ലല്ലുവിൻ്റെ പാണ്ടക്കെട്ടും ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിയും വരും, സന്തോഷവും തോന്നും. കാരണം എൻ്റെ മോളും ഞാൻ കാണിച്ചതുപോലൊക്കെ തന്നെ കാണിക്കുന്ന നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറില്ലേ. പക്ഷെ ഞാൻ കഞ്ഞിയും കറിയുടെ ഉസ്താദായിരുന്നു ഞങ്ങളുടെ ആ ഏരിയയിലെ. എനിക്ക് എത്ര കളിച്ചാലും മതിയാവൂലായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കത്തില്ലേ, ഓ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കൂടുതലൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. ചിലപ്പോൾ നല്ല അടിയും കൊടുക്കും, കേറടി കേറടി എന്ന് പറഞ്ഞ്. എനിക്ക് ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അമ്മ എന്തെങ്കിലുമൊക്കെ ജോലി പറയും, അതൊന്നും ചെയ്യാതെ കഞ്ഞിയും കറിയും കളിച്ച് ആ റബ്ബറും തോട്ടത്തിൽ കൂടി ഇങ്ങനെ തന്നെത്താനൊക്കെ ഇരുന്ന് കളിക്കും. അപ്പോൾ കളിച്ച് മറിഞ്ഞ് നടക്കും. കഞ്ഞി അടുപ്പത്തിട്ടിട്ട് കഞ്ഞിക്ക് തീ കത്തിക്കാൻ പറയും. ഞാനതൊന്നും കേൾക്കാറില്ല. കേൾക്കാണ്ടിരിക്കുമ്പം അമ്മ വരുമ്പം കഞ്ഞി പായസമായിട്ട് കിടക്കും. അതിന് എനിക്ക് നല്ല ചീത്ത കിട്ടാറുണ്ട്. തീ ഇട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഒരു കലാപരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. മറ്റൊന്നുമല്ല, പുതുമഴയായി വന്നു നീ ദിവ്യാവുണ്ണി ആകാൻ ശ്രമിച്ചതാ. അപ്പം ഇവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നേ, പണ്ട് ഇങ്ങനെ പുക വരുമ്പോൾ അമ്മയൊക്കെ പ്രേതം വരുന്നത് പോലെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇവൾക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവളപ്പോൾ എന്നോട് എപ്പോഴും പറയും, അമ്മ അങ്ങനെ അത് നല്ല ഭംഗിയാ കേൾക്കാൻ, നല്ല രസമാക്കാൻ അമ്മ പറ എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയിക്കും. കണ്ടില്ലയോ, ഇത് തന്നെ. അപ്പം ഞാൻ പറയും, എടി നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ചെയ്യുക, ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താ, കാണുന്ന മതിലാന്ന് പറഞ്ഞ്. ആ മതിലാണ് നിങ്ങൾക്കുള്ള ഒരു മറ. കാരണം നിങ്ങൾക്ക് ഓടിച്ചാടി കളിക്കാനോ അടുത്തുള്ള കുട്ടികളെ ഒന്ന് കാണാൻ പോലും സാധിക്കൂല. ഇങ്ങനെ കിളന്ന് കയറി എവിടെയെങ്കിലും നിൽക്കണം അയൽപക്കം കാണണമെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്ക് ഭയങ്കര ഗ്രഹാതുരത്വ ഓർമ്മകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നു. ഈ കുഴി കാണിക്കുന്ന എന്തിനാണെന്നറിയാം? കഴിഞ്ഞ ദിവസം ഞാൻ ഈ കുഴിയിൽ വീണായിരുന്നു ഗൈസ്. പക്ഷേ എങ്കിൽ പിറ്റേ ദിവസമാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. നടു ഇടിച്ചു വീണു. അന്നു അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ മമ്മി അവിടെ കിടക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മിയുടെ കയ്യിൽ നിന്ന് ബക്കറ്റ് താഴെ വീണെന്നല്ല, ഞാൻ വീണതായിരുന്നു. അവൾ ഭാഗ്യത്തിന് കണ്ടില്ല. അപ്പം എന്നും ഇതൊക്കെ തന്നെയുള്ളൂ കാണിക്കാൻ കേട്ടോ. നമുക്ക് കണ്ടന്റിന് ഭയങ്കര ക്ഷാമമാണേ. തുണി മടക്കാനുണ്ട്, ഇത് ഇവരെ ഏൽപ്പിക്കണം നീജു. കഴുകുന്നത് മാത്രമാണ് എനിക്കിഷ്ടം. അപ്പം വൈകിട്ട് ഉണ്ണിയപ്പമായിരുന്നു ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട്, ഇത് അന്നൂസിൻ്റെ ഭാണ്ഡക്കെട്ടാണ് കേട്ടോ. ഈ ഭാണ്ഡക്കെട്ടിൽ ഈ വീട്ടിലെ ഒട്ടുമിക്ക സാധനങ്ങളും കാണാനുള്ള സാധ്യതയുണ്ട്. റിമോട്ട് കൺട്രോൾ, താക്കോൽ. അപ്പോൾ ഇവിടെ അന്വേഷണം അങ്ങോട്ട് പുരോഗമിക്കുമ്പോഴാണ് പറയുന്നത്, പപ്പ മമ്മി ഒരു നിമിഷം അല്ലെങ്കിൽ വെയിറ്റ് ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഈ ഭാണ്ഡക്കെട്ട് തുറന്ന് ഇതൊക്കെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.